ജെയ്സണും ജെയ്യും ഇരുവരും ഇനി മൾട്ടിവേഴ്സിലല്ല, യൂണിവേഴ്സിൽ, ഒരേ ലോകത്ത്. ആക്രമണത്തിനൊരുങ്ങി ജെയ്സണും ഡിഫെൻഡ് ചെയ്യാൻ ജെയ്യും. ഗൺ ഷോപ്പിൽ നിന്നും തിരിച്ചെത്തിയ ജെയ് അവിടെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന ചാർലിയോട് ഡാനി എവിടെ പോയെന്ന് തിരക്കുമ്പോൾ മിൻഡിയുടെ വിഷമം കേട്ട് റയാൻ്റെ അടുക്കലേക്ക് പോയതായി പറയുന്നു. ജെയ് ട്രാഷ് ബാഗും എടുത്ത് ചുറ്റും ശ്രദ്ധയോടെ നോക്കി ഗാർബേജ് ബോക്സിൽ ഇടാൻ ഒരുങ്ങുന്നതും അതാ ജെയ്സൺ വന്നിടിച്ചിടുകയാണ്. നമ്മൾ കാത്തിരുന്ന നിമിഷം. ഇരുവർക്കും ഒരേ ബലമാണ്, എന്നാൽ മനസ്സിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നത് ജെയ്സണും. രണ്ടുപേരും തമ്മിൽ പിടിയും വലിയും കഴിഞ്ഞ ഉടനെ ജെയ് ജെയ്സണിന്റെ മേൽ കയറി തല തറയിൽ അടിച്ചടിച്ച് ബോധം കെടുത്തുന്നു. ചോര നല്ല രീതിയിൽ തലപൊട്ടി ഒഴുകുന്നു. ജെയ്സൺ മരിച്ചിരിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയത് ഇങ്ങനെ തീരാനായിരുന്നോ? ഇനി എന്താണെന്ന് നോക്കാം. ഡാനി റയാൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയാണ്. മിൻഡി ഡാനിയോട് വിഷമിച്ച് സംസാരിച്ചതിന് കാരണം പരസ്പര ബന്ധമില്ലാത്ത സംസാരത്തിൽ നിൽക്കുന്ന റയാൻ്റെ കാരണത്താൽ. സ്വാഭാവികം. വാള് വെച്ചുകൊണ്ടിരിക്കുന്ന റയാനെ വിളിക്കുകയാണ് ഡാനി. ഒന്ന് നോക്കിയിട്ട് റയാൻ, നിങ്ങൾക്കെങ്ങനെ എന്നെ അറിയാം? ഞാൻ ഡാനിയലെയാണ്. ഹോണ്ട സിവിക് വണ്ടിയുടെ ഓണർ ഡാനിയലെയാണോ? അതേ, അത് തന്നെ. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി റയാനോട് സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. താനൊരു കാർ മെക്കാനിക്കാണെന്നും അവസാനം നടന്നതായി ഓർമ്മയുള്ളത് ഷിക്കാഗോയിലെ ഒരു ബാറിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ വന്ന് അയാളുടെ ചിലവിൽ കുറേ മദ്യം മേടിച്ച് തന്നുവെന്നും റയാൻ ഓർത്തെടുക്കുമ്പോൾ ഡാനി ജെയുടെ ഫോട്ടോ കാണിച്ച് ആൾ അതാണെന്ന് തിരക്കുമ്പോൾ അതാണെന്ന് പറയുന്നതിനെ തുടർന്ന് മിൻഡിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ കോൺടാക്ട് നൽകി അവിടം വിടുമ്പോൾ അതേ രാത്രിയിൽ തന്നെ മറ്റൊരാൾ ഒരു പൊതിയുമായി നടക്കുന്നു. കയ്യിലെ മോതിരവിരലിൽ റബ്ബർ ബാൻഡ്. വെയിറ്റ്, അത് ജെയ്സൺ അല്ലേ? പുള്ളിയല്ലേ ഒരിക്കൽ മോതിരവിരലിൽ ഡാനിയല വർഗാസിൻ്റെ ഹെയർ ബാൻഡ് ഇട്ടതായി കണ്ടത്? ആൾ കയറിപ്പോകുന്നത് യഥാർത്ഥ ലോകത്തെ മൈൽ ഷെയർ ഹോട്ടലിലേക്ക്. റൂമിൽ ചെന്ന് പുതുതായി മേടിച്ച കത്തി എടുക്കുന്നു. അതെ, അത് ജെയ്സൺ തന്നെയാണ്. അപ്പോൾ കുറച്ചു മുന്നേ ജെയ് കൊന്നത് ഏത് ജെയ്സൺ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും ഇത് നമ്മുടെ ജെയ്സൺ എന്ന് തന്നെ വയ്ക്കാം. നമ്മുടെ ഹീറോയ്ക്ക് മരണമില്ലെന്നല്ലേ? ജെയ്സൺ കത്തിയും പെപ്പർ സ്പ്രേയും വെച്ച് കഥ കടച്ച് ഇടനാഴിയിൽ കൂടെ നടന്നു വരുന്നതും തൊട്ടടുത്തുള്ള മറ്റൊരു മോറി പൂട്ടിയിറങ്ങുന്ന വേറൊരു ജെയ്സൺ. ഇത് കണ്ട് ഇരുവരും അന്തിച്ച് നിന്നിട്ട് നമ്മുടെ ജെയ്സൺ ധൃതിയിൽ ഇറങ്ങി പോകുമ്പോൾ പുള്ളിയെ ഫോളോ ചെയ്ത് വരികയാണ് തൊപ്പി ജെയ്സൺ. ഇതേ സമയം ജെയ് കൊന്ന ജെയ്സന്റെ ബോഡി കവറപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ജെയ്സൺ അങ്ങനെ നടന്ന് തൊപ്പി കാണാതെ ഓടി വില്ലേജ് സ്റ്റാപ്പിലേക്ക് കയറുന്നു. ബാറിലെത്തിയ പാടെ ബാർ ടെൻഡറോട് ഒരു ഡ്രിങ്ക്സ് ചോദിക്കുമ്പോൾ ഉടനെ അയാൾ, ഇത്ര പെട്ടെന്ന് കുടിച്ചു തീർന്നോ? ജെയ്സൺ നോക്കുമ്പോൾ അത് ബാറിലിരിക്കുന്നു മറ്റൊരു ജെയ്സൺ. ബാർ ടെൻഡർ ഇരുവരെയും കണ്ട് കിളിപോയി നിൽക്കുമ്പോൾ ജെയ്സൺ നേരെ ബാറിലിരിക്കുന്ന ജെയ്സൺ അടുക്കലേക്ക് പതിയെ ചെന്നിരിക്കുന്നു. സംഭവം വേറൊന്നുമല്ല, ഇതെല്ലാം ജെയ്സന്റെ പല വേരിയൻറ്റുകളാണ്. എങ്ങനെയെന്നാൽ വെലോസിറ്റിയിൽ നിന്ന് അമാൻഡയുമൊത്ത് ബോക്സിൽ കയറി രക്ഷപ്പെട്ട ജെയ്സൺ. കക്ഷി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ലാവൻഡർ ഫെയറി എടുത്ത് ഓരോ ഡോർ തുറക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ജെയ്സൺ ഒരു ഡോർ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ചോയ്സിൽ നിന്ന് മാറി മറ്റൊരു കഥ തുറന്നു കടന്ന ജെയ്സൺ വേരിയൻറ്റിൻ്റെ ടൈം ലൈൻ അവിടെ രൂപപ്പെട്ടു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജെയ്സൺ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുള്ള ഷിക്കാഗോയിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ അതേസമയം തന്നെ ആ കഥക് തുറക്കാതെ കൊടുങ്കാട്ടിലേക്കുള്ള വാതിൽ തുറക്കുന്ന ജെയ്സന്റെ ഒരു സമാന്തര വെർഷൻ കൂടി വന്നു, മറ്റൊരു ഓൾട്ടർനേറ്റ് വെർഷൻ. അങ്ങനെ ജെയ്സന്റെ മിക്ക വേരിയൻറ്റുകളും അവിടെ യഥാർത്ഥ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോമൺ ഫാക്ടർ എന്തെന്നാൽ ഇവരെല്ലാം ജെയ് തള്ളിവിട്ട അതേ ജെയ്സൺ തന്നെയാണ്. അമാൻഡയുടെ സഹായത്താൽ ബോക്സിൽ കയറിപ്പെട്ട ജെയ്സൺ. ബോക്സിൽ എത്തിയതിനു ശേഷം പല വേർഷനുകളായി സ്പ്ലിറ്റായി. ഇവരുടെ എല്ലാം ലക്ഷ്യം തങ്ങളെ കൊല്ലാക്കൊല ചെയ്ത ജെയ്യെ വകവരുത്തുക എന്നുള്ളതും. നമ്മുടെ ജെയ്സൺ തൻ്റെ സ്വന്തം ലോകത്തെത്തിയത് ഈ രാത്രിയാണെങ്കിൽ ഈ ഇരിക്കുന്ന ജെയ്സൺ 2 എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ്. അമാൻഡ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ലോകത്തെത്തിയത് നമ്മൾ കണ്ടപ്പോൾ ജെയ്സൺ 2വിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമാൻഡ ഒരു ഇരുണ്ട അപകടകരമായ ലോകത്തെത്തിയത് വഴി അവിടെ വെച്ച് മരണപ്പെട്ടു. പരിക്കുകളോടെ ജെയ്സൺ 2 രക്ഷപ്പെടുകയും ചെയ്തു. ജെയ്സണെ പോലെ തന്നെ ലാസ്റ്റ് ട്രാക്കിൽ എത്തിപ്പെട്ട മറ്റൊരു ഭാഗ്യവാൻ. ചാർലി വഴി മാത്രം അറിയുന്ന കാങ്കങ്കി എന്ന ഫോറസ്റ്റ് റിസർവ് ഏരിയയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാനാണ് ജെയ്സൺ 2വിൻ്റെ പ്ലാൻ. കുഴി വരെ എടുത്തു കഴിഞ്ഞു. അതേക്കുറിച്ച് താനും ആലോചിച്ചതായി ജെയ്സണും. നമ്മളെല്ലാം ജെയ്സൺ ആണെന്നും ജെയ്യെ കൈ കിട്ടിയാൽ പകരം വീട്ടുമെന്നും പറഞ്ഞ് ജെയ്സൺ 2 ബാറിൽ നിന്നും പോകുമ്പോൾ ദ റിയൽ പ്രോബ്ലം തുടങ്ങാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. നിലവിൽ ജെയ്സണ് തൻ്റെ വേരിയൻറ്റിനെയും സബ് വേർഷൻസിനെയും തുടച്ചു കളയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ജെയ്സൺ ആ രാത്രി ഒരു പാർക്ക് ബെഞ്ചിലിരുന്ന് നേരം വെളുപ്പിച്ച ശേഷം ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് റൂഡായി ഒരു സിഗരറ്റ് വലിക്കുകയാണ്. ജീവനക്കാരെയും വന്നിരിക്കുന്നവരെയും എതിർത്ത് പൊതുസ്ഥലത്ത്, അതും ഹോട്ടലിൽ പുകവലിച്ചതിന് ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. വരുന്ന ഡിറ്റക്റ്റീവ് ആവട്ടെ വെലോസിറ്റി ഗുണ്ട ഡോണിൻ്റെ വെർഷനും. നിങ്ങളെങ്ങനെ ഡിറ്റക്റ്റീവായെന്ന് ചോദിച്ച് വണ്ടിയിൽ കയറി പോകുന്ന ജെയ്സൺ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറസ്റ്റിലായാൽ ജാമ്യത്തിനായി അറിയുന്നവരെ വിളിപ്പിക്കും. അപ്പോൾ ഡാനിയലെ തൻ്റെ മുന്നിലേക്ക് വരുത്താൻ സാധിക്കും. കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയും. ആർട്ട് ഗാലറിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്നും പറഞ്ഞ് ഡാനിയല ജെയ്യോട് പഴയ സിവിക് കാർ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ കാർ എടുത്താൽ മതിയെന്ന് കട്ടിക്കുള്ള സംസാരം. കാരണം കഴിഞ്ഞ രാത്രി കൊന്ന ജെയ്സന്റെ ബോഡി കാറിൻ്റെ ഡിക്കിയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഇത്തവണ വണ്ടി ഓടിക്കുന്നതും ജെയ്യാണ്. ഉള്ളിൽ ഒരു വേവലാതിയുണ്ട്. തീർച്ചയായും ബോക്സ് നിർമ്മിച്ച ആൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ.
ഷിക്കാഗോ യൂണിവേഴ്സിറ്റി കാണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നതിനെ ചാർലി എതിർത്ത ശേഷം കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുന്നു. യൂണിവേഴ്സിറ്റിയിലെത്തി താൻ പഠിച്ച സ്ഥലത്തെപ്പറ്റി മകനോട് പറയുമ്പോഴാകട്ടെ അവിടെ ജാക്കറ്റ് ധരിച്ച ജെയ്സന്റെ മറ്റൊരു വെർഷനെത്തി പിന്തുടരുന്ന ശ്രദ്ധയിൽപ്പെട്ട് ചാർലി കാണാൻ ഇടവരാതെ ധൃതിയിൽ നടന്നകത്തേക്ക് കൊണ്ടുപോകുന്നു. ഗാലറിയിലേക്കെന്ന് പറഞ്ഞ് ഡാനിയൽ എത്തുന്നത് ആ സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ്. ഇത്തവണ പൂട്ട് കുത്തിപ്പൊളിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് പരതുകയാണ്. ഒരു മൊബൈൽ ഫോൺ, ജെയ്യുടെ യഥാർത്ഥ ഫോൺ. അതിൽ ജെയ്സനെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിൽ ഒളിഞ്ഞു നിന്നെടുത്ത ചില ഹിഡൻ ഫോട്ടോസ് കാണുന്നു. മുൻപ് വെലോസിറ്റിയിലെത്തിയെടുത്ത 2 ബാഗുകളിലൊന്നും അതിൽ നിറഞ്ഞിരിക്കുന്ന വയലുകളും. കൂടാതെ ആ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത റോബർട്ട് കെന്നഡിയുടെ മുഖം അച്ചടിച്ചിട്ടുള്ള $, പണക്കെട്ടുകളും. റയാൻ എന്ന പേരിലെ മെക്കാനിക് യൂണിഫോം കൂടി കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് സ്റ്റേഷനിൽ നിന്നും. ജെയ് ചാർലിയെ കൂട്ടി ലൈബ്രറിയിൽ കയറി ജാക്കറ്റ് ജെയ്സൺ പിന്തുടരുന്നത് കണ്ട് ഉടൻ താഴെ ഇറങ്ങി ചാർലിയോട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് മറ്റൊരു സ്ഥലത്തെത്തി തന്നെ മീറ്റ് ചെയ്യാനായി പറഞ്ഞു വിടുന്നെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ വണ്ടിയെടുക്കുമ്പോൾ ജെയ് ആകട്ടെ ലൈബ്രറി വഴി ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ജാക്കറ്റ് ജെയ്സൺ പിറകെ തന്നെ വിടാതെ പിന്തുടരുന്നു. എന്നാൽ ഈ ജെയ്സണ് കാലിന് പരിക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് പതിയെയാണ് ഓടുന്നത്. അങ്ങനെ പിന്തുടരുന്ന് കാണാതായി ഒരു ബാത്റൂമിനടുത്ത് നിൽക്കുന്നതും ജെയ് ഓടി വന്ന് ബാത്റൂമിലേക്ക് തള്ളിയിട്ട ശേഷം ഇരുവരും പൊരിഞ്ഞടി. ജാക്കറ്റ് ജെയ്സൺ ആകട്ടെ ജെയ്സന്റെ അതേ മനസ്സായതുകൊണ്ട് തന്നെ കത്തിയൊക്കെ കരുതിയിട്ടുണ്ട്. ആ കത്തിയെടുത്ത് കുത്താനായുമ്പോൾ ജെയ് ഒന്ന് പേടിക്കുമെങ്കിലും ഒടുവിൽ ഒരു പൂട്ടിട്ട് കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ആ വേരിയന്റിനെയും വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തെ മറവ് ചെയ്യാൻ തുനിയുമ്പോൾ ചാർലി ഈ സമയം എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് കടക്കാൻ നേരം ഒരു ഹമ്പിൽ കയറുന്നതും പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത് കേട്ട് സൈഡാക്കി പിറകിലൊക്കെ നോക്കുന്നു. സംഭവം ഡിക്കിയിലെ ബോഡി ഹമ്പിൽ കയറിയപ്പോൾ ഒന്ന് ജമ്പായതാണെന്ന് ചാർലി അറിയുന്നില്ലല്ലോ. നോക്കി തിരികെ കയറുന്നതും പോലീസ് വാഹനം അവിടെ എത്തുന്നു. ലൈസൻസ് ഇല്ല, ലേണേഴ്സ് പെർമിറ്റ് ഓൺലി. അങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ എന്തായാലും ജെയ് ഓടി അണച്ചു വന്ന് തൻ്റെ മകനാണെന്നും പറഞ്ഞ് സംഭവം നൈസായി സെറ്റിലാക്കി വണ്ടിയിൽ കയറി ഇരുവരും അവിടുന്ന് സ്കൂട്ടാവുമ്പോൾ ഇന്നേരം ജെയ്സനെ ഇറക്കാൻ സ്റ്റേഷനിലെത്തുന്ന ഡാനിയല. ചാർലിയുടെ സംഭവത്തിനും സർപ്രൈസ് ഗിഫ്റ്റ് പ്രശ്നത്തിലും കുറച്ചുടക്കി നിന്നത് മൂലം പൊതുസ്ഥലത്തെ പുകവലിക്ക് പോലീസ് പിടിച്ചതോടെ ഡാനിയലയുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ ജെയ്സൺ പറയുന്നതോ താൻ അന്ന് വില്ലേജ് ടാപ്പിൽ പോയതിൽ പിന്നെ കണ്ടിട്ടേയില്ലെന്നും വീട്ടിലുള്ളത് തൻ്റെ മറ്റൊരു വെർഷനാണെന്നും അവൻ ബോക്സ് നിർമ്മിച്ച് വേറൊരു റിയാലിറ്റിയിൽ നിന്നും അവിടെ എത്തി തന്നെ അങ്ങോട്ടേക്ക് തള്ളിവിട്ടതാണെന്നുമൊക്കെ പറയുമ്പോഴുണ്ടോ ഡാനിയലെ വിശ്വസിക്കുന്നു. വന്നൊടുവിൽ ഇയാൾക്കും ഭ്രാന്ത് പിടിച്ചെന്ന രീതിയിൽ ഇതൊന്നും അംഗീകരിക്കാതെ നിൽക്കുമ്പോൾ ജെയ്സൺ അവസാനമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണെന്നും പറഞ്ഞ് തൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറയുന്നു. മടിച്ചാണെങ്കിലും ഡാനി ഫോണിൽ വിളിക്കുമ്പോൾ മറുതലപ്പിൽ ജെയ് ഫോണെടുത്ത് ഹലോ പറയുന്ന പാടെ ഞെട്ടി കട്ട് ചെയ്യുകയാണ്. തൻ്റെ മുന്നിൽ ജെയ്സൺ നിൽക്കുമ്പോൾ അതേ സ്വരത്തിൽ അയാളുടെ തന്നെ ഫോണെടുത്ത് സംസാരിച്ചത് ആരെന്ന് നിശ്ചയിച്ച് നിൽക്കുമ്പോൾ ജെയ്സൺ ആകട്ടെ അത് മറ്റൊരാളാണെന്ന് തെളിയിക്കാനുള്ള അടുത്ത പ്ലാൻ. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിന് കീസ് എന്ന സ്ഥലത്ത് ട്രിപ്പിന് പോയതെപ്പറ്റി ചോദിക്കാൻ പറയുകയാണ്. കീസിൽ ട്രിപ്പ് പോയിട്ടേ ഇല്ല. അതെ എനിക്കറിയാം, പക്ഷെ അത് അവനറിയില്ല. തിരിച്ചു വിളിക്കുന്ന ജെയ്യോട് ഈ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴാകട്ടെ നല്ല അനുഭവമായിരുന്നുവെന്നും ഇനിയും അവിടെ പോകണമെന്നും ഇപ്പോൾ അത്യാവശ്യമായി വീട്ടിൽ വരണമെന്നും പറയുന്നത് കേട്ടപാടെ ഡാനിയല ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ, ഇതെങ്ങനെ സാധ്യമാണെന്ന് ഒരത്തും പിടിയുമില്ലാതെ. കുറച്ചു നേരം നിന്നിട്ട് എങ്ങനെയും ചാർലിയുടെ അടുത്തെത്തണമെന്ന് പറയുമ്പോൾ അവനെ കൂട്ടി തൻ്റെ അടുക്കലേക്ക് വരാൻ പറയുന്നു ജെയ്സൺ. എന്നാൽ സ്ഥലം തീരുമാനിക്കേണ്ടത് ഡാനിയല. കാരണം താൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവനും ചിന്തിക്കുക. അങ്ങനെ ഇരുവരും പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു കോഡ് വേർഡ് ജൂപ്പിറ്റർ അതും മനസ്സിൽ വെച്ച് ജെയ്സൺ ഡാനിയല പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ഡാനി നേരെ വീട്ടിലേക്ക് എത്തുന്നു. ചാർലിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വരാനായി മെസ്സേജ് അയച്ചാലോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ട, തൽക്കാലം വീട്ടിലെന്താ നടക്കുന്നത് നോക്കാം എന്നുള്ളിൽ വരുമ്പോൾ ജെയ് തകർത്ത് പാക്കിംഗ് നടത്തുകയാണ്. കാര്യം തിരക്കുമ്പോൾ താനെല്ലാം വിശദമാക്കാം, പക്ഷേ ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ഇത് ലൈറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായുള്ള പ്രശ്നമാണെന്നും ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ജെയ് പെട്ടെന്ന് ഒരുങ്ങാൻ നിർബന്ധിക്കുമ്പോൾ ഡാനി നേരെ ചാർലിയുടെ അടുത്തേക്ക് വന്ന് കാര്യം പറയാൻ ഒരുങ്ങുമ്പോൾ തൊട്ടുപിറകെ വെപ്രാളത്തിൽ ജെയ് അവിടെത്തി ഒന്ന് വരാൻ വിളിച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡാനിയലെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴെ എത്തി ചാർലിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. അച്ഛൻ അറിയാതെ ഉടനെ തന്നെ വീടിന് വെളിയിലേക്ക് വരാൻ. ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് താഴെ ഇറങ്ങിവിടുന്ന ജെയ് ഇത് കണ്ട് എന്താ ചെയ്യുന്നതെന്ന് സംശയിക്കുന്ന പാടെ ആ മെസ്സേജ് ചെല്ലുന്ന ചാർലിയുടെ ഫോൺ ഇരിക്കുന്നത് ഇരുവർക്കും നടുവിലുള്ള മേശയിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ചാർലി പെട്ടിയുമായി ഇറങ്ങി വരുന്നത് കണ്ട് ഫോൺ എടുത്ത് കൊടുത്ത് സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കാൻ പറഞ്ഞിട്ട് ഡാനി ജെയ്യോട് ബേസ്മെന്റിലെ തന്റെ സാധനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ബേസ്മെന്റിലേക്കുള്ള കതക് തുറക്കുന്ന ഉടനെ ഡാനി ജെയ്യെ തെളിയിടുകയാണ്. ഡാനി ഒന്ന് അറച്ചു നിന്ന് നോക്കിയിട്ട് നേരെ ഓടി പുറത്തു വന്ന് ചാർലിയുടെ വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ട് ഡാനി വണ്ടിയെടുത്ത് ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി കുറുക്കിന് വന്ന് നിന്നിട്ട് അതിൽ നിന്നും ജെയ്സൺ ആ വണ്ടി സേഫ് അല്ലെന്നും പറഞ്ഞ് ഇതിലേക്ക് കയറാൻ പറയുന്നു. ഡാനി ഇത് കണ്ടപാടെ ചാർലിയെ കൂട്ടി ജെയ്സണോടൊപ്പം വണ്ടിയിൽ കയറി പായുമ്പോൾ ചാർലി എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഷോക്കിൽ. വണ്ടിയിലിരുന്ന് ജെയ്സൺ ഡാനിയോട് നീ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നും ഞാൻ വില്ലേജ് ടാപ്പിൽ പോയ ശേഷം എന്നെ മറ്റൊരു ജെയ്സൺ പിടിച്ചുകൊണ്ടുപോയെന്നും അതിനുശേഷം ഇപ്പോഴാണ് എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നതെന്നും പറയുമ്പോൾ ഡാനിക്ക് വീണ്ടും സംശയം. കാരണം ഇത് ജെയ്സൺ അല്ല, ജെയ്സന്റെ വേറെ ഏതോ വെർഷനാണ്. വണ്ടി നിർത്താൻ സംശയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ മറ്റൊരു വണ്ടി പാഞ്ഞു വന്ന് കയറ്റുന്നു. നോക്കുമ്പോൾ അതിലും ഒരു ജെയ്സൺ.
വലുതായി പരിക്കുകളൊന്നും പറ്റാതെ ഇരുവരും ഇറങ്ങി ഓടുകയാണ്. ഡാനി മുൻപ് യഥാർത്ഥ ജെയ്സണോട് കാത്തു നിൽക്കാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക്. അവിടെ എത്തുന്ന പാടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജെയ്സണോട് കോഡ് വാക്ക് പറയാൻ പറയുകയാണ്. ജൂപ്പിറ്റർ. ഡാനിക്ക് ആശ്വാസം. ജെയ്സൺ ചാർലിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ദേഷ്യവും സന്തോഷവും സങ്കടവും കലർന്ന ഡാനിയലയുടെ നോട്ടം.